ഇത് ദുനിയാവുടെ വിഷയമല്ല. ആഖിറത്തില് പ്രതി ഓരോരുത്തും സ്വർഗം നരകം തീരുമാനം ആവുന്ന പോലത്തെ ആ നാള് അണ്ടത്തെ ആ നാളില് ഞങ്ങളെ സമുദായത്തിലെ പോലത്തെ ഓരോ മനുഷ്യൻ ആ സ്വർഗത്തിൽ പോന്ന് ചൊല്ലുற പോലത്തെ ഒരേ ഒരു ചെറിയ ഒരു ആശ ആ ഒരു ആശയുടെ കാരണത്തുകായിട്ടിക്കറ് എന്റെതാ ഏത് ത്യാഗാക്കും റെഡിയുള്ള ഇണ്ടത്തെ ഈ പ്രോഗ്രാം നാ ചൊല്ലൊക്കെ വിചാരിക്കുന്നതല്ല നാ ചൊന്തു പോണ്ടേ ഇതാ ഇണ്ടത്തെ ഈ പ്രോഗ്രാം ക്യാൻസൽ ആവുകയായിട്ട് വേറെ വേറെ രൂപത്തില് ഇതിരെ അടുത്തടക്കുമ്പോഴായിട്ട് പരിശ്രമിച്ച ആൾമാർ അല്ലാഹു തആലക്ക് മാഫാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആലക്ക് മാഫാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആലക്ക് ഹഖ്റത്തെ റെക്കാർഡ് കൊടുക്കട്ടെ. ആമീൻ. എന്തിക്ക് പിടിക്കല്ലങ്ക് ജഹാലത്തിലായിട്ടിക്കു അജ്ഞാനത്തിലായിട്ടിക്കു അങ്ങനെ പരിശ്രമിച്ചത് ആയെങ്കിലും ഞാൻ ചൊന്നുള്ളത് ആ ഈ ഹക്കറെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം ഇല്ലാണ്ടാക്കോ പരിശ്രമിച്ചെങ്ക അല്ലാഹു തആല സഹായം ഞങ്ങൾ കണ്ടുള്ളത് ഇതാ ഞാൻ നിങ്ങളെ എതിർ നിണ്ടുത്തില്ല നിങ്ങൾ ഞങ്ങളെ എൻ്റെ എതിർ തെച്ചിത്തുള്ളാറ് അല്ലാഹു തആല തീരുമാനാക്കിയിട്ടില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ക്യാൻസൽ ആക്കോ സാധ്യമേ അല്ല, സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാ. അത് ഇന്ന ജാഗയിൽ നടക്കുകൊണ്ട് അത് നടക്കണേ ചെന്തായിരിക്കും ഇവിടെ കണ്ടുള്ളത്. മാത്രമാ ചൊന്തമുള്ളത് ഞങ്ങളെ വിഭാഗത്തില് ഞങ്ങൾ ആൽമാരെ സേർപ്പാട്ടുള്ളതല്ല. ഞങ്ങളുടെ ആൽമാർ കൂടിര് ആ ഇണ്ടത്തെ പ്രോഗ്രാം ചമ്മേൽ വന്നില്ലാറ് അതുകൊണ്ട് നോക്കരുതാ നണ്ടേ ഞങ്ങൾ ഇണ്ടത്തെ ഫംഗ്ഷൻ സക്സസ് ആയിട്ട് അല്ല. ഏതെങ്കിലും ഓർത്ത ഏതെങ്കിലും ഒരു മനുഷ്യ ഹക്ക് മനസ്സിലാക്കിയിട്ട് തൗഹീദിനെ തെരുകു വന്ന അങ്ങനെ ಅವನು നരകത്തെ തേറിൽ നിന്നിട്ട് സ്വർഗത്തെ വന്നെത്രണ്ടായെങ്കിൽ അതായിട്ടിക്കറി യഥാർത്ഥമായിട്ടുള്ള വിജയ, അതായിട്ടിക്കറി യഥാർത്ഥമായിട്ടുള്ള സക്സസ് മനസ്സിലാക്കൂലതായിട്ട്.